ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നില്ലേ സ്വന്തമായിട്ട് സോയിൽ ക്ലേ ഉണ്ടാക്കിയിട്ട് അത് വെച്ചൊരു ട്രിങ്കറ്റ് ഡിഷ് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിന്ന് ചെയ്യുന്നത്. കണ്ടാലൊരു ലുക്കില്ലെങ്കിലും അത് ഞാനുണ്ടാക്കിയ ക്ലേ ആണേ. പിന്നെ ഞാൻ സോയിൽ ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അടുത്ത തവണ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാം. ഞാൻ അന്ന് പറഞ്ഞതുപോലെ ബട്ടർഫ്ലൈ ഷേപ്പിലാണ് ചെയ്യാൻ നോക്കിയത്. നിങ്ങൾ പറയൂ ഇനി ബട്ടർഫ്ലൈയുടെ ഷേപ്പ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഞാനുണ്ടാക്കിയ ക്ലേ ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഇത് പൊട്ടിപ്പോകുമെന്ന്. അതുപോലെ തന്നെ നല്ല ആകാംക്ഷയുണ്ടായിരുന്നു ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് അറിയാൻ. രാവിലെ ഉറക്കം എണീറ്റതും ഞാൻ ആദ്യം നോക്കിയത് ഇതിനെയാണ്. ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലും ഒരു പൊട്ടലോ എന്തെങ്കിലും കാണുമെന്ന്. ഇല്ല, ഒരു പൊട്ടലും ഇല്ലായിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ ക്ലേ ഞാൻ ഉണ്ടാക്കിയതാണോ എന്ന്. സത്യം പറഞ്ഞാൽ ഇത് ഉണങ്ങി കിട്ടുന്നതുവരെ ഈ വർക്കിൽ എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. പെയിന്റിങ്ങിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. എനിക്ക് ഈ ഒറ്റ കളർ പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ ഗോൾഡോ സിൽവറോ ഇതുപോലെ ഒന്നും കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. എന്താണെന്ന് അറിയില്ല. അപ്പോൾ മറക്കാതെ മടിക്കാതെ ആ ലൈക്ക് ഒന്ന് അടിച്ചേക്കണേ. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.